ജോർജ് 17-18 അല്ല 20-21 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്തിട്ടുള്ള ക്രൂരത താങ്കളും ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും, ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് റാഗിങ്ങിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു 15-16 വയസ്സുള്ള കുട്ടിയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മരിച്ചത്. വലിയ പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. അവിടെ കുട്ടികൾ തമ്മിലുള്ള ചാറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു നിലയ്ക്കുമുള്ള മനുഷ്യത്വമില്ലാതെ അതിഭീകരമായി ശാരീരിക പീഡനം ഏൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ നിരന്തരമായി അനുഷ്ഠാനം പോലെ തുടർന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ശക്തമായ നിയമങ്ങളുണ്ട്, ഇടയ്ക്ക് ആക്ഷൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ എല്ലാം പഴയപടിയാണ്. അഭിലാഷ്, ഇതിനെ റാഗിങ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് തന്നെ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കാപാലികമായിട്ടുള്ള ഗുണ്ടായിസമാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അഭിലാഷൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ റാഗിങ് എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവ് എലിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ 10-40 വർഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയും ഒരു വലിയ പ്രശസ്തമായ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ 5 വർഷം വാർഡനായിരിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അന്നൊക്കെ റാഗിങ് എന്നൊക്കെ പറയുന്നത് നമ്മളറിയാം, ഫ്രഷേഴ്സ് ഡേ വരുന്ന സമയത്ത് സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലൊന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ ഒന്ന് തമാശ പറയുക, ഒന്ന് കളിയാക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ റാഗിങ് എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കോട്ടയത്ത് നടന്നതോ അല്ലെങ്കിൽ പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്നതോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിലാഷം അറിഞ്ഞു എന്നാണ് എൻ്റെ വിചാരം, ഇന്നലെ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ നടന്നതുമായ സംഭവങ്ങളെ ഒന്നും റാഗിങ് എന്ന് പറയുന്ന പദത്തിൽ നിർവചിക്കാൻ തന്നെ പാടില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് വളരെ ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരമാണ്, ഇത് ശുദ്ധമായിട്ടുള്ള അക്രമമാണ്, മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള കാപാലികമായ പൈശാചികമായ പ്രവർത്തനമാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ 20-21 വയസ്സ് പ്രായമുള്ള ആളുകളെ ഈ തരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ കാര്യമായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നത് നാം കാണാതെ പോകരുത്. രണ്ടാമത്തെ കാര്യം, അഭിലാഷെ, നമ്മൾ കുറേ കാലങ്ങളായി ഈ പ്ലാറ്റ്ഫോമിൽ അഭിലാഷ് ഉൾപ്പെടെ ഈ വിഷയത്തെക്കുറിച്ച് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പൂക്കോട് സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഞാനൊന്ന് അഭിലാഷിനോട് ചോദിക്കട്ടെ, എൻ്റെ അറിവ് പരിമിതമാണെങ്കിൽ എന്നെ തിരുത്താം. നാളിതുവരെ ഏതെങ്കിലും റാഗിങ് കേസിൽ പ്രതികളായി പിടിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിച്ചതായിട്ട് അഭിലാഷിന് അറിയാമോ? അന്വേഷണം നിരന്തരമായി നടക്കുന്നു. ഈ പൂക്കോട് നടന്ന സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് വന്നിട്ടുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ അനുഭവം അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് അഭിലാഷ് പറഞ്ഞതുപോലെ CBI അന്വേഷണത്തിൽ പോകുന്നു. സ്വാഭാവികമായി ഒരു കേസായി മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ അന്ത്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിനകത്ത് പ്രതികളായി പിടിക്കപ്പെട്ട ഈ പൂക്കോട് സംഭവത്തിൽ ആ കുട്ടികളെ സംബന്ധിച്ച് യാതൊരു പ്രയാസവുമില്ല. അവർ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ച് അവർ പരീക്ഷ എഴുതി, അവരിപ്പോൾ സീനിയർ വിദ്യാർത്ഥികളായി വളരെ സ്വതന്ത്രരായി അവർ നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് അഭിലാഷേ? ഈ തരത്തിൽ എത്ര ഹീനമായ, ക്രൂരമായ, പൈശാചികമായ, മൃഗീയമായ സംഭവങ്ങൾ ചെയ്താൽ പോലും യാതൊന്നും അന്തിമമായി സംഭവിക്കുകയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ പരന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിരന്തരമായി ആവർത്തിക്കുന്നത്. എൻ്റെ അഭിലാഷേ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.